അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് ഒരു 2-3 ആഴ്ചയായി കേട്ടോ. അപ്പോൾ നെച്ചു ഗൾഫിൽ നിന്ന് വരുന്ന ആ ഒരു ടൈമിൽ എടുത്തതാണ്. വന്നത് എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. ആ സമയത്ത് ഞാൻ വരുന്ന വീഡിയോസും ചെറിയ ചെറിയ റീൽസൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷേ ലോങ് വീഡിയോ ഞാനൊന്ന് അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും ഒരുപാട് വൈകി. നെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി റെഡി ആക്കി. എന്നിട്ടും ഞാൻ അന്ന് ഈ വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും 2 ദിവസം കൊണ്ട് ഞാൻ എൻ്റെ എഡിറ്റിംഗ് പണിയൊക്കെ തുടങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് വലിയൊരു പണി തന്നെയാണ് കേട്ടോ. നമ്മൾ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞാൽ ഈ വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മടി കൊണ്ട് ആണ് ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വൈകുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ ഓൺ വോയിസ് ആയിട്ട് തന്നെ കൂടുതൽ വരണം എന്നാണ് വിചാരിക്കുന്നത്. എത്രത്തോളം എനിക്ക് സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല. എന്തായാലും ശ്രമിക്കാം. ഞാനങ്ങനെ ഓൺ വോയിസ് കൊടുത്തിട്ട് തന്നെ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇന്ന് അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ കാണണം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അച്ഛനെ കൂട്ടാൻ ഞാനും മോളുമാണ് പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരം ഏൽപ്പിക്കുന്ന നമ്മുടെ റിയാസാണ് കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ അമ്രയും കൊടുവള്ളി ഉപ്പച്ചിൻ്റെ അടുത്ത് ഇറങ്ങുക ചെയ്യുക. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. കാരണം അന്നവിടെ സ്റ്റേ ആണ്. പിറ്റേന്ന് വെച്ചത് 2-3 പേരെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. ചില പ്രോഗ്രാംസിൻ്റെ മീറ്റിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ ഞങ്ങളൊരു 4 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. വന്ന് നല്ല പണി വഴിക്ക് പണി കിട്ടുമായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണി എന്ന് പറഞ്ഞ പോലെ. എന്താണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് തന്നെ പെട്ടത് ബ്ലോക്കിലാണ്. ചെറിയ ബ്ലോക്കൊന്നുമല്ല. എന്തായാലും ഞാനിപ്പോൾ അടുത്തൊന്നും ഇതുപോലെ ചുരത്തിൽ ബ്ലോക്കിൽ പെട്ടിട്ടില്ല കേട്ടോ. അതൊക്കെ പണ്ട് ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇത്രയും ടൈം ബ്ലോക്കിൽ പെടുന്ന കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ താണ്ടി ഞങ്ങൾ ഒരു വിധത്തിൽ ഈങ്ങാപ്പുഴ എത്തി കഴിഞ്ഞപ്പോഴേക്കും വണ്ടി ഓഫായി. അപ്പോൾ എനിക്ക് നല്ല ജലദോഷം കിട്ടും. സൗണ്ടൊക്കെ ഇങ്ങനെ അടഞ്ഞിരിക്കണേ. അപ്പോൾ വണ്ടി എന്തായാലും ഒന്ന് ഓഫായി. 1-2 മാസം നിർത്തിയിട്ടുകൊണ്ടായിരിക്കാം. ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്നായിരുന്നു വണ്ടി ഓഫായതുകൊണ്ട് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അത് എന്തോ പഠിച്ചതിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ സംഭവിച്ചേട്ടോ. വരാനുള്ളതൊക്കെ വഴി തങ്ങൂലല്ലോ. എങ്ങനെയെങ്കിലും വണ്ടി ഓടിച്ച് നമ്മളെ കൂടെ അടുത്തേക്ക് വരും എന്ന് പറഞ്ഞ പോലെ അന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അവർ പറഞ്ഞത് ഈ വണ്ടി ഇവിടെ വെക്കണം, നിങ്ങൾ എന്തായാലും വേറെ വണ്ടി ടാക്സി വിളിച്ച് പോയിക്കോ, ഇതെടുത്ത് പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തോ ഭാഗ്യത്തിൽ അവർ പറഞ്ഞത് ഞാൻ കൊടുവള്ളി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആങ്ങളമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്തെങ്കിലും അറേഞ്ച് ചെയ്ത് തരുന്നുള്ള വിശ്വാസം കൊണ്ട് പതുക്കെ സ്പീഡ് കുറച്ച് അടം വരെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരതിലിടയ്ക്ക് ഇങ്ങനെയൊക്കെ കുറേ ചെക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ ചെക്ക് ചെയ്തതിൽ എന്താല്ല വണ്ടി റെഡി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വണ്ടി നോർമൽ സ്പീഡിലേക്ക് വന്ന് ഞങ്ങൾ പിന്നെ ഒരു ബുദ്ധിമുട്ടും ആയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊടുവള്ളി എത്തി. അമ്പിളി അവിടെ വെച്ച് അവിടെ കാത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പിളിനെ അവിടെ ഇറക്കി. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ പിന്നെ ഫ്ലൈറ്റിലേക്ക് കയറി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ടൈമിലാണ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ടൈം വൈകിയൊന്നുമില്ല. കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ടൈമിലെത്താൻ പറ്റി. അപ്പോൾ എത്തിയ ടൈമിൽ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവറെ ഞാൻ പറഞ്ഞു വിട്ടു കേട്ടോ. കാരണം അവർക്ക് തിരിച്ച് ബസ്സിൽ വയനാട്ടിൽ വീണ്ടും എത്താനുള്ളതാണ്. എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എയർപോർട്ടിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം നിന്നപ്പോഴേക്കും പിന്നെ നെച്ച് പെട്ടെന്ന് വരികയും ചെയ്തു കേട്ടോ.
മക്കളൊക്കെ തട്ടി തെറിപ്പിച്ചു. അവിടെ ഞങ്ങൾ നേരെ പോയത് പിന്നെ അവിടെ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ഗൾഫ് ബസാറിലേക്കാണ്. അവിടെ ഗൾഫിൻ്റെ മിഠായികളൊക്കെ സ്വീറ്റ്സൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ്. കുട്ടികൾക്ക് എന്തായാലും മിഠായി വേണമല്ലോ, അപ്പോൾ അത് എല്ലാ പ്രാവശ്യവും പതിവുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂട്ടാൻ വേണ്ടി പോയിട്ടില്ലെങ്കിൽ നെച്ച് വരുന്ന സമയത്ത് കൽപ്പറ്റ നെസ്റ്റോന്ന് അങ്ങാനും വാങ്ങിയിട്ട് കൊണ്ടുവരാറാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് മിഠായികളൊക്കെ വാങ്ങി. മിൽക്ക് ഇതെത്തോ എന്താ റേറ്റ്? അത് 290. ഓ മതി. അങ്ങനെ ഫുഡ് അന്വേഷിച്ചിട്ട് ഫുഡും എവിടെ നിന്ന് കിട്ടിയില്ല. റൂം അന്വേഷിച്ചിട്ട് റൂമും കിട്ടാണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഹോട്ടൽ ഡി ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒറ്റൊരു റൂമുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും രക്ഷപ്പെട്ടു. അപ്പോഴേക്കൊരു 10-12 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. ഒരുപാട് ഞങ്ങൾ നടന്നു. ഫുഡൊന്നും കിട്ടിയില്ല. എല്ലാ സ്ഥലവും ക്ലോസ് ആയിരുന്നു. ഒരുവിധം നല്ല സ്ഥലങ്ങളൊക്കെ ക്ലോസ് ആയിരുന്നു. അങ്ങനെ എന്തായാലും അവിടെ ഹോട്ടലിൽ അവിടെ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ഓർഡർ ചെയ്യുന്ന ഫുഡ് അവർ വേറെ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് വരുത്താണ് സംഭവം. പക്ഷേ നല്ല ടേസ്റ്റ്, നല്ല ചൂടോടുകൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ പെട്ടൊന്നുമില്ല. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂം തന്നെ അത് കിട്ടി. പിറ്റേന്ന് രാവിലെയാണ് നെച്ചിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ വരുന്ന 17th ഫെബ്രുവരി 17 നടക്കാൻ പോകുന്നൊരു പ്രോഗ്രാമിൻ്റെ മീറ്റിംഗ് ആയിരുന്നു. അങ്ങനത് നെക്സ്റ്റ് മോർണിംഗ് ആണ് കേട്ടോ. അപ്പോഴും നെച്ച് പിന്നെ ഒരു 10-11 മണിയാകുമ്പോഴേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നു. മീറ്റിംഗ് ഒക്കെ ആ സമയത്ത് ഞാനിന്ന് നെച്ച് പുറത്ത് പോയി. ഞാൻ ഒറ്റയ്ക്കായിരുന്നു റൂമിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ പുറത്തെ മോർണിംഗിലുള്ള കോഴിക്കോട് ഒന്ന് ആസ്വദിക്കുകയായിരുന്നു കേട്ടോ. കുറേ നേരങ്ങൾ നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നെച്ച് എത്തിയിട്ട് അപ്പോഴേക്കും ഞാൻ ബാഗെല്ലാം പാക്ക് ചെയ്ത് നല്ല സെറ്റായിട്ട് നിന്നു. നെച്ച് വന്നിട്ട് പിന്നെ അധികം സമയം നിന്നില്ല. പിന്നെ നമുക്ക് പുറത്ത് കോഴിക്കോട് അങ്ങാടിയിൽ കുറച്ചും കൂടെ പരിപാടികളുണ്ടായിരുന്നു. ഉമ്മാക്കൊരു ഫോൺ വാങ്ങണം, ഉമ്മാക്ക് പർദ്ദ വാങ്ങണം, അങ്ങനെ 1-2 കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ നെച്ച് എത്തി. ഞങ്ങൾ ഉമ്മ ചെക്കൗട്ട് ചെയ്തു. സന്തോഷവും സമാധാനം ഉള്ളിലുള്ള പ്രോഡക്റ്റ് നമ്മൾ സന്തോഷിപ്പിച്ചു. അവരിൽ നല്ലൊരു സന്തോഷം കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചത് ഞാൻ ചാവി
കളയാതെ കൊണ്ട് പോയി കൊടുക്കും പിന്നെ മെസ്സേജ്. വണ്ടി കൊടുക്കോട്ടെ, ഓടിച്ചിട്ട് പോവാം. മുടികെട്ടിയാണ് അപ്പോൾ നമ്മൾ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും സാഗർ ഹോട്ടലിലേക്ക് തന്നെ പോയിട്ടോ. അപ്പോൾ കാറ് നമ്മുടെ ഹോട്ടലിൽ അവിടെ നിർത്തിയിട്ടതുകൊണ്ട് അതിൻ്റെ ആ ഹോട്ടലിൻ്റെ ഡി ഗ്രാൻഡിൻ്റെ അടുത്ത് തന്നെയുള്ള ആ ഒരു ഏരിയയിൽ നിന്നായിരുന്നു ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തത്. കാരണം വീണ്ടും നമ്മൾ തിരിച്ചങ്ങോട്ട് തന്നെ പോകണമല്ലോ കാർ എടുക്കാൻ വേണ്ടി. അപ്പോൾ തൊട്ടടുത്ത് തന്നെയായിരുന്നു സാഗർ ഹോട്ടൽ. അവിടെ പോയി നല്ല അടിപൊളി പൊറോട്ടയും ഫിഷ് കറി ആയിരുന്നു കഴിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ മൈജിയിൽ പോയിട്ടായിരുന്നു, അതും അതിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു. അവിടെ പോയി മകൾക്ക് ഫോണും വാങ്ങി. പാർത്ത ഷോപ്പൊക്കെ അതിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വലിയ വിചാരിച്ച തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫുഡൊക്കെ കിട്ടി. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് പിന്നെ ലക്ഷ്യം മൈജി ആയിരുന്നു. അപ്പോൾ ഉമ്മാക്കൊരു നല്ല ഫോൺ വാങ്ങണം. ഉമ്മാൻ്റെ കയ്യിലുള്ള ഫോൺ നാശമായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ല നമ്മൾ കറക്റ്റ് ടൈമിലാണ് ചെന്നത്. ആ സമയത്ത് അവിടെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ള ടൈമായിരുന്നു. അപ്പോൾ റെഡ്മി ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഫോൺ റെഡ്മി ആയിരുന്നു. നല്ല അടിപൊളി സെറ്റായിരുന്നു കേട്ടോ. ചാർജിങ്ങിൻ്റെ കാര്യത്തിലായാലും റെഡ്മിക്ക് ഒരുപാട് പേരുദോഷങ്ങളുണ്ട്, പക്ഷേ എനിക്ക് അതൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്ത് വെച്ചിട്ട് നല്ലൊരു ഫോണായിട്ട് എനിക്ക് റെഡ്മി തോന്നിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെന്നെ എടുത്തു റെഡ്മിയിൽ. അപ്പോൾ അവിടെ നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു. അതായത് 2 ഇയർ ഫോണിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും, വെള്ളത്തിൽ വീണിട്ടുള്ള കംപ്ലൈൻ്റ് ആണെങ്കിലും, പിന്നെ നിലത്ത് വീണ് പൊട്ടിയിട്ടുണ്ടെങ്കിലും നമ്മുടെ അവിടെ തൊട്ടടുത്തുള്ള മൈജിയിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് തരും. അപ്പോൾ അതായിരുന്നു ആ ടൈമിലുണ്ടായിരുന്ന ഓഫർ. നമുക്ക് എന്തായാലും അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ പിന്നെ കുറച്ച് അവിടുന്ന് എനിക്ക് ഇയർ സെറ്റ് ഉണ്ടായിരുന്നില്ല, ഹെഡ്സെറ്റ്. അപ്പോൾ അതൊക്കെ വാങ്ങി എൻ്റെ ഫോണിൻ്റെ കവർ മാറ്റി, ഉമ്മാൻ്റെ ഫോണിൻ്റെ കവർ മാറ്റി, അങ്ങനെ ചെറിയ അല്ലറ കാര്യങ്ങളൊക്കെ അവിടുന്ന് ചെയ്തു. വാറണ്ടി ഗ്യാരണ്ടി എല്ലാ സംഭവം. ഫോൺ നഷ്ടപ്പെട്ടാലും പിടിച്ചു കിട്ടും. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി വരികയാണെങ്കിൽ മാഡത്തിൻ്റെ ഒരു ID പ്രൂഫ് ആയിട്ട് വന്നാൽ മതി. പിന്നെ ഇത് ആപ്പിളിൻ്റെ അതുകൊണ്ട് ആപ്പിൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മാക്ക് ഒരു പർദ്ദ വേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ഒരു പർദ്ദയും കൂടെ കിട്ടിയിരുന്നു. നല്ല സൂമിൻ്റെ ക്ലോത്തിലുള്ള നല്ലൊരു അടിപൊളി പർദ്ദയും കൂടെ അവിടെ നിന്ന് എടുത്തു. ഇവിടെ ഇതൊക്കെ എടുത്ത് ഈ ഹോട്ടൽ ഇവിടെ എടുത്തോണ്ടാണ് നമുക്ക് ഇതൊക്കെ ഒരു ഗുണമായി മനസ്സിലായോ.
അങ്ങനെ വരുന്ന വഴിക്കാണ് വണ്ടി നമുക്ക് അടുത്ത പണിയായിരുന്നത് കേട്ടോ. അതായത് ഒരു ബാഡ് സ്മെല്ല് വരാൻ തുടങ്ങി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 3 മാസം അങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. AC-ൻ്റെ ഫിൽറ്ററിലൊക്കെ കയറിയിട്ട് എലിക്കുട്ടൻ നമുക്ക് പണി തന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഷോപ്പിൽ ഞങ്ങൾ ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ചു. ആ സമയത്ത് വർക്ക്ഷോപ്പിലെ ഏട്ടന് നമുക്ക് നന്നായിട്ട് അതൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ പോയത് എൻ്റെ നാട്ടിൽ കൊടുവള്ളി താജ് ജ്വല്ലറിയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് സ്ഥിരം ഗോൾഡ് എടുക്കുന്നതും മാറ്റുന്നതും എല്ലാം ഇവിടെ നിന്നാണ്. അവിടെ എല്ലാവരും നമ്മളെ കുടുംബക്കാരും കമ്പനിക്കാരും ഒക്കെ ആണ് കേട്ടോ. അപ്പോൾ അതാ എൻ്റെ ബ്രേസ്ലെറ്റ് ചേഞ്ച് ചെയ്തിട്ട് ഞാനിതാ ഇപ്പോൾ കാണിക്കുന്നതായി ഒരു ബ്രേസ്ലെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ എന്താ എൻ്റെ കമ്മലൊന്ന് ചേഞ്ച് ചെയ്തു, പിന്നെ പാദസരം ചേഞ്ച് ചെയ്തു. അങ്ങനെ 3-4 ഐറ്റം അവിടുന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ കൊടുവള്ളി അങ്ങനെ വെച്ചുള്ള സമയത്താണല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ദിവസങ്ങളെല്ലാം മാസങ്ങളായിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഗോൾഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ മാഷാഅല്ലാഹ് അടിപൊളിയായിട്ട് നല്ല ഡിസൈനിലുള്ളതൊക്കെ കിട്ടി. പിന്നെ കുറച്ച് സമയം അവിടുത്തെ പുതിയ കളക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ നിങ്ങളും കൂടെ കണ്ടു. അപ്പോൾ ഇതൊക്കെ ഒരു ഇതുണ്ടല്ലേ, ഒരേ സമയം വളയായിട്ടും മോതിരമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ആ ഒരു ടൈപ്പൊക്കെ ഇത് കുറേ ആയി ഇറങ്ങിയിട്ട്. എന്നാലും അതിൻ്റെയൊക്കെ വെറൈറ്റി മോഡലുകൾ അവിടെ കണ്ടു. നല്ല അടിപൊളി റോസ് ഗോൾഡിലൊക്കെ ഉള്ളത്. പിന്നെ വേറെയും കുറേ എവിടെയും കാണാത്ത ടൈപ്പ് വെറൈറ്റി കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാണിച്ചു തരാം. നേരെ ബേക്കിൽ അപ്പുറത്തൂര ഒരു പവനിലോ സ്റ്റോൺ ബ്രേസ്ലെറ്റ് അപ്പോൾ ഇതാ ഈ കാണുന്ന ആളെൻ്റെ ആങ്ങളെൻ്റെ വൈഫിൻ്റെ ബ്രദറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉറപ്പ് തരാം കേട്ടോ, നമ്മുടെ കൊടുവള്ളി താജ് ജ്വല്ലറിയിൽ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി എവിടെയും കാണാത്ത ടൈപ്പ് അടിപൊളി എക്സ്ക്ലൂസീവായിട്ടുള്ള ഡിസൈനുകളാണെങ്കിലും പിന്നെ എവിടെയും കിട്ടാത്ത നല്ല ഡിസ്കൗണ്ട് ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം. ഒന്ന് വിസിറ്റ് ചെയ്യാത്തവരൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇത്രയും ഷുവറായിട്ട് പറയാൻ കാരണം ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ആ ഒരു ടൈം തൊട്ടിട്ട് ഗോൾഡ് പർച്ചേസ് ചെയ്യാനാണെങ്കിലും ചേഞ്ച് ചെയ്യാനാണെങ്കിലും ഒക്കെ പോകുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അവിടെ പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടി കേട്ടോ. കാരണം ഷോപ്പ് അടിമുടി അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, റിനോവേറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് നല്ല വെറൈറ്റി കളർ കോമ്പിനേഷനിൽ നല്ല ആംബിയൻസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു റോയൽ ബ്ലൂവും വൈറ്റും ഒക്കെ ചേർന്നിട്ട് ഷോപ്പ് ഫുള്ളായിട്ട് അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഇവിടെ ബ്രേസ്ലെറ്റ് ആണ് ഏറ്റവും വെറൈറ്റി. ഇത് വെറൈറ്റി ആട്ടോ. ഇത് കണ്ടില്ല വാക്സിൻ അത് ഏകദേശം എത്ര വെയിറ്റ് ഇത്ര പാവം വരുന്നുണ്ട്. എത്ര തൂക്കം നിങ്ങൾ കാഴ്ചപ്പാടല്ലേ അല്ലേ? എത്രയാ? 2 ഗ്രാം 2 ഗ്രാമോ?
അപ്പോൾ ഈ ഇതിന് വാല്യൂ ഇല്ലാത്ത സാധനമാണോ? ഏതരപ്പവൻ? ഇത് അരപ്പവൻ, ഇത് 2 ഗ്രാം, ഇത് 2 ഗ്രാം അല്ലേ? ഇത് എത്ര? 1 ഗ്രാം അല്ലേ? ചെയിൻ ഉണ്ട്. അരപ്പള്ളിനെ പറ്റിയ പാസനങ്ങളാട്ടോ. കിഡ്സിൻ്റെ ഉണ്ട്. ഫുൾ 18 ക്യാരറ്റ് വരുന്നത്. ആൻറ്റിക്കില് ഓ വരും. അത് ഞാൻ ഇതൊക്കെ എത്ര ഉണ്ട് വെയിറ്റ്? 1.5 പവന്. ഏത് സെൻറ്ററിലുള്ളത്? ഇത് 1.25 വെഡിങ്ങിനുള്ള. ഇല്ല ഒരേ, പക്ഷെ ഇവിടെ കട്ടി കുറവാണ്. ഇവിടെ നല്ല കട്ടിയുള്ള കിട്ടും. ഇവിടെ അങ്ങനെ ആൾക്കാർ യൂസ് ചെയ്യാറ്. ആൻറ്റിക്കല്ലേ? ഇത് ആൻറ്റിക്കാണ്. ഇതായ 3.5 പവന്. 3.5യോ? ഇത് വൈകുണ്ട്. പക്ഷെ ഇതെങ്ങനെ ഇടുന്നതാണെങ്കിൽ ഇത് പാർട്ടി എങ്ങനെ ഫോട്ടോ കിട്ടുന്നായിരുന്നു. അങ്ങനെ ആകെ പൂട്ടി പോവില്ലേ? അങ്ങനെ പിന്നെ ഗോൾഡ് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇത് ആങ്ങളേൻ്റെ ഷോപ്പാണ് കേട്ടോ, വീടിൻ്റെ തൊട്ട് താഴെയാണ്. അപ്പോൾ അവിടെ ഒന്ന് കയറി അവരെയൊക്കെ ഒന്ന് കണ്ടു. പിന്നെ അമ്പിളിക്കുട്ടീനെയും കൂട്ടി പിന്നെ നമ്മൾ നേരെ നാട് പിടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈങ്ങാപ്പുഴയുള്ള വീടുണ്ടല്ലോ, ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ട്, കാണുന്നവർക്കറിയാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ റെൻറ്റിന് കൊടുത്തിട്ടാണുള്ളത്. അപ്പോൾ അവിടെ തേങ്ങ വലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതും കൂടെ എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. അപ്പോഴേക്കും ഇരുടാവാനായി. വീഡിയോയിൽ കണ്ടാലറിയാം ഏകദേശം ഇരുടായി തുടങ്ങി കേട്ടോ. മഗ്‌രിബിൻ്റെ ഒക്കെ സമയമായി ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും. ഇത് നോക്കണം. എന്താ സ്ഥിതി? ചോറിട്ടാ? ചോറായ ഇപ്പൊ തന്നെ വിശപ്പ് ഓടിക്കണം. അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തി. ഉമ്മാക്ക് ഫോണ് സർപ്രൈസായിട്ട് പറ്റിക്കണം എന്നൊക്കെ ഞങ്ങൾ ആദ്യം വിചാരിച്ചാട്ടോ. പക്ഷെ അമ്പ്രി അപ്പോഴേക്കും അകത്ത് കയറി ബാഗൊക്കെ തുറന്ന് പെട്ടെന്ന് ഉമ്മാക്ക് ഫോൺ എടുത്ത് കൊടുത്ത് ആ പ്ലാനൊക്കെ പൊളിഞ്ഞു കേട്ടോ. അപ്പം എന്താ ഉമ്മാക്ക് ഫോണൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മുടെ ചെറിയ വലിയ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് ഞാൻ ഉടനെ തന്നെ വരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ആരും മറക്കരുതേ. അപ്പം എന്താ, ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.